ഇനിയും പ്രസംഗിക്കാനുള്ള അർഹത എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ എല്ലാവർക്കും അറിയാം, സാറാണ് ഈ സബ്ജക്റ്റിൻ്റെ ഫൈനൽ അതോറിറ്റി. അതുപോലെ വളരെ ക്രിസ്പായിട്ട് എല്ലാ കാര്യങ്ങളും സാറിൻ്റെ സ്പീച്ചിൽ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ആകെ പറയാനുള്ളത്, ഞാനൊരു 3.5 വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പേരൻ്റ് ആയതിനു ശേഷമാണ് എനിക്ക് ഈ ഡ്രഗ്സിൻ്റെ ഭീഷണി വളരെ റിയൽ ആയിട്ട് തോന്നി തുടങ്ങിയത്. ഇപ്പം എൻ്റെ മോനെ എങ്ങനെ വളർത്തണം, ഡ്രഗ്സിൻ്റെ അടിമയാകാതെ എങ്ങനെ കറക്റ്റ് പാത്തിൽ കൂടെ ഗൈഡ് ചെയ്ത് റേസ് ചെയ്യണമെന്നുള്ള ഒരു വലിയൊരു ചാലഞ്ച് എൻ്റെ മുമ്പിലുണ്ട്. ആസ് എ പോലീസ് ഓഫീസർ ഞാൻ കൊല്ലത്ത് കമ്മീഷണറായിട്ട് വർക്ക് ചെയ്തപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ NDPS കേസിൽ പ്രതികളായിട്ട് പിടിക്കുന്ന പ്രതികൾ അവരുടെ ആവറേജ് ഏജ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ബിറ്റ്വീൻ 18 to 25. വളരെ ഒരു ഫ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണത്. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള യങ്സ്റ്റേഴ്സ് ആണ് NDPS കേസിൽ ഓൾമോസ്റ്റ് 98% NDPS കേസസിൽ പ്രതികളായിട്ട് വരുന്നത്. വളരെ റെയറായിട്ടായിരുന്നു ഞാൻ 30 വയസ്സ് ക്രോസ് ചെയ്ത ഒരാളെ ഒരു പ്രതിയായിട്ട് കാണുന്നത്. ഈവൻ ആസ് സപ്ലയേഴ്സ് ആയിട്ട് പോലും 20s യങ്സ്റ്റേഴ്സ് ആയിരുന്നു നമ്മൾ പ്രോസിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ദിസ് റിവീൽസ് എ വെരി ഡിസ്റ്റർബിങ് ട്രെൻഡ്. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭീഷണി ഇത് എല്ലാ കുടുംബവും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നല്ല ഫാമിലീസിൽ നിന്ന് വരുന്നത്, വി കം ഫ്രം ഗുഡ് ഫാമിലീസ്, റെസ്പെക്റ്റബിൾ ഫാമിലീസ്, എഡ്യൂക്കേറ്റഡ് ഫാമിലീസ്. അതുകൊണ്ട് നമ്മുടെ പിള്ളേർ ഒരിക്കലും ഇങ്ങനെ ഒരു വഴി ചൂസ് ചെയ്യത്തില്ലെന്ന് നമ്മൾ ഉള്ളിൽ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. ഞാൻ കൊല്ലത്തായിരുന്നപ്പോൾ ഞാനൊരു കേസ് കണ്ടിട്ടുണ്ട്. അച്ഛൻ എഞ്ചിനീയറായിട്ട് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മയും 2 മക്കളുമായിരുന്നു നാട്ടിലുള്ളത്. അച്ഛൻ അയച്ചു തരുന്ന പൈസ അമ്മയുടെ കയ്യിൽ നിന്ന് ഈ മോൻ മേടിച്ച് വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് ഒത്തിരി നാളായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്ത് അവസാനം നമ്മുടെ ഒരു NDPS കേസിൽ, ഒരു കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസിലെ പ്രതിയായി. അപ്പൊ അതെന്നെ വരെ ഷോക്ക് ചെയ്ത ഒരു ഇൻസിഡന്റ് ആയിരുന്നു. അമ്മയ്ക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഈ മോനെ നമ്മൾ കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അമ്മ ഇങ്ങനെ ഒരു മോന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണെന്ന് അമ്മ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ പല പോലീസ് ഓഫീസേഴ്സും ഈ കേസ് എൻ്റെ കൂടെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത്, എന്തൊരു അമ്മയാണ്, ഇപ്പം മോൻ ഇത്രയും വലിയൊരു ഡ്രഗ് നെറ്റ്വർക്കിന്റെ ഒരു ഭാഗമാണെന്നുള്ള കാര്യം ഈ അമ്മ ഇത്രയും കാലമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പം ഇതിനു മുമ്പ് സംസാരിച്ച സാറ് പറഞ്ഞ പോലെയും അതുപോലെ ഇതിനു മുമ്പ് സംസാരിച്ച മാഡം പറഞ്ഞ പോലെ, പേരന്റിങ് ടുഡേ ഈസ് വെരി ഡിഫറെന്റ് ഫ്രം വാട്ട് ഇറ്റ് വാസ് ഏർലിയർ. ഇപ്പം നമുക്ക് പഴയ രീതിയിൽ പേരന്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇപ്പം സാധിക്കത്തില്ല. പണ്ടെന്ന് പറഞ്ഞാൽ വളരെ സ്ലോ പേസ്ഡ് ലൈഫായിരുന്നു. എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു കാര്യങ്ങൾ സംസാരിക്കാനും മനസ്സിലാക്കാനും പിള്ളേരെ ഒബ്സർവ് ചെയ്യാനും. എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മയുണ്ട്. എൻ്റെ അമ്മ വർക്കിംഗ് ആയിരുന്നെങ്കിലും ഒരിക്കലും എൻ്റെ അമ്മ എന്നെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് എൻ്റെ ഓരോ കാര്യം അറിയായിരുന്നു. എൻ്റെ മുഖഭാവത്തിൽ ചെറിയൊരു മാറ്റം വന്നാൽ പോലും അമ്മ അത് നോട്ട് ചെയ്യുമായിരുന്നു. അപ്പം പേരൻസ് വളരെ ക്ലോസ് ആയിട്ട് നമ്മുടെ അപ്ബ്രിങ്ങിങ്ങിൽ ഇൻവോൾവ് ആയിരുന്നു. ഇപ്പം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഓൺ റൂട്ടീൻ ഞാൻ ഒബ്സർവ് ചെയ്യുമ്പം ഞാൻ എപ്പോഴും മെന്റലി പ്രീഓക്യുപ്പൈഡ് ആണ്. ജോലിയുടെ എന്തെങ്കിലും സ്ട്രെസ്സിലായിരിക്കും. വീട്ടിൽ ചെന്നാലും മോൻ്റെ കൂടെ ഇരിക്കുവാണെങ്കിലും മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷേ മോൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പം മോൻ വളർന്നു വരുമ്പോഴത്തേന് എങ്ങനെയായിരിക്കും എൻ്റെ ഒരു പേരന്റിങ് ജേർണി എനിക്ക് തന്നെ ചിലപ്പം പേടി തോന്നാറുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് ഇസ് ടു സ്പെൻഡ് ടൈം വിത്ത് ചിൽഡ്രൻ. പിന്നെ അവരോട് നമ്മൾ സംസാരിക്കണം, എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ചാനൽ ഓപ്പൺ ആയിരിക്കണം. അതുപോലെ ഈ ഡ്രഗ്സ് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ, അതുപോലെ ഒരു ഡ്രഗ് കേസിൽ ഒരു പ്രതിയായാൽ അതിന്റെ ഒരു കോൺസിക്വൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ പിള്ളേരോട് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അവരെ ഒരു രീതിയിലും നമ്മൾ പേടിപ്പിക്കാറില്ല. മെന്റലി അവർ ട്രോമറ്റൈസ്ഡ് ആയി പോകും അല്ലെങ്കിൽ ഡാമേജ് ആയി പോകുമെന്നുള്ളൊരു പേടി പല യങ് ജനറേഷൻ പേരൻസിനും ഉണ്ട്. അപ്പൊ നമ്മൾ വളരെ സോഫ്റ്റ് അപ്രോച്ച് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത് പേരന്റിങ്ങിൽ. പക്ഷെ എനിക്ക് തോന്നുന്നത് പേടിപ്പിക്കേണ്ട സാഹചര്യങ്ങളിൽ അവരെ ഈ ഡ്രഗ്സിന്റെ ഈ ഭീഷണിയെ പറ്റിയൊക്കെ പറഞ്ഞ് അതിന്റെ വളരെ ഗ്രേവ് ആയിട്ടുള്ള കോൺസിക്വൻസസ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട റെസ്പോൺസിബിലിറ്റി പേരൻസിനുണ്ട്. അപ്പൊ ഒരു കേസിൽ ഒരു പ്രതി ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, അതുപോലെ ചുറ്റുപാടും നടക്കുന്ന എന്താണ്, ഒരു കേസിൽ ഒരു പ്രതിയായ ഒരു വ്യക്തിക്ക് മുന്നോട്ട് ഇനി ഒരു ജീവിതം ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ഡിസ്കസ് ചെയ്യണം, ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. ഡ്രഗ്സ് ഒരു ടബു സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ മിണ്ടാതിരിക്കല്ല. ദ മോർ വി ടോക്ക് അബൌട്ട് ഇറ്റ് ദ ലെസ് എക്സൈറ്റിംഗ് ഇറ്റ് ബിക്കംസ്.
പിള്ളേർ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉപയോഗിക്കാൻ പോകുന്നത്? ഇതെന്തോ ഒരു പുതിയൊരു നോവൽ സാധനം, ഇത് സംതിങ് സീക്രട്ടീവ് അബൌട്ട് ഇറ്റ്, സം ഓറ അറൌണ്ട് ഇറ്റ്, അങ്ങനെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് പലരും ഇത് രഹസ്യമായിട്ട് പോയി ഉപയോഗിക്കുന്നത്. വൺസ് ദാറ്റ് മിസ്റ്ററി അറൌണ്ട് ഇറ്റ് ഇസ് ടേക്കൺ അവേ ആൻഡ് ഇറ്റ് ബിക്കംസ് എ സബ്ജക്ട് ഓഫ് ഓപ്പൺ ഡിസ്കഷൻ ഇൻ ഹൗസ് ഹോൾഡ്സ്. അതുപോലെ ഇതിന്റെ ദോഷങ്ങളെ കുറിച്ച് ഓപ്പൺ ആയിട്ട് ഫ്രീ ആയിട്ട് വീട്ടിൽ ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് സം പെർസെൻറ്റേജ് ഓഫ് യങ്സ്റ്റേഴ്സ് വിൽ സ്റ്റേ അവേ ഫ്രം ഡ്രഗ്സ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ക്ലോസ് ആയിട്ട് നിങ്ങൾ പിള്ളേരെ ഒബ്സർവ് ചെയ്യണം. ഈ ഫോൺ യൂസേജ്, സോഷ്യൽ മീഡിയ യൂസേജ്, ഇതൊക്കെ എക്സസീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ ഈ ഡ്രഗ് യൂസുമായിട്ട് ലിങ്ക്ഡ് ആണ്. അവർ ദേ വിൽ വിഡ്രോ ഇൻ ടു ദർ ഷെൽ. അപ്പം നമുക്ക് ചെയ്യാവുന്നത് ഇപ്പം പേരന്റൽ കൺട്രോൾസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പം നിങ്ങളുടെ കുട്ടി കോളേജിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ഫോൺ കാണും, നമുക്ക് ഫോൺ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അവർ എന്താണ് ഈ ബ്രൗസ് ചെയ്യുന്നത്, സെർച്ച് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഡേഞ്ചറസ് കണ്ടന്റ് ഉള്ള സൈറ്റ്സ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് അതൊക്കെ നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പം വളരെ വിജിലന്റ് ആയിട്ട്, വളരെ അലേർട്ടായിട്ട് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനെ നമ്മൾ റേസ് ചെയ്തില്ലെങ്കിൽ ദിസ് പ്രോബ്ലം ഇസ് ഓൺലി ഗോയിങ് ടു ബിക്കം ബിഗർ ആൻഡ് ബിഗർ. സോ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് ഇപ്പം യങ് പേരൻസിന്റെ മുമ്പിലുള്ളത്. യങ് പേരൻസ് മാത്രമല്ല, ഈവൻ ദി മിഡിൽ ഏജ് പേരൻസ്. സോ അത്രയും സീരിയസ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണ് നമുക്കുള്ളത്. അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെനസ് ടാക്കിൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. എല്ലാവർക്കും മദേഴ്സ് ഡേ ആശംസകൾ. Wishing all of you all the very best in all endeavors. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.